friends, welcome to our channel. അങ്ങനെ കുറേ നാൾക്ക് ശേഷം എൻ്റെ ഡ്രോയിങ് റീസ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ പ്ലാൻ ചെയ്യാണ്. അതിന് ഞാൻ എൻ്റെ പഴയ കുറേ ഡ്രോയിങ് ബുക്സ് ഞാൻ തപ്പി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ചിത്രങ്ങൾ നമുക്ക് കണ്ടു നോക്കാം. ഇത് ക്യാമലിൻ്റെ ഡ്രോയിങ് ബുക്കാണ്. ഇത് ഞാൻ ഓൺലൈൻ ക്ലാസ്സിൽ യൂസ് ചെയ്തിരുന്നതാണ്. പഴയ ഡ്രോയിങ്സ് കണ്ടാൽ ചിലപ്പോൾ മോട്ടിവേഷൻ കിട്ടിയാലോ. ഈ ഡ്രോയിങ് ബുക്സിലധികവും വാട്ടർ കളർ പിക്ചേഴ്സാണ് ഉള്ളത്. ഈ ബുക്കിൽ ലാൻഡ്സ്കേപ്പും സബ്ജക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള വാട്ടർ കളർ പിക്ചേഴ്സാണ് ഉള്ളത്. പെൻസിൽ ഡ്രോയിങ്സ് ഉണ്ട് കേട്ടോ. ഇത് വാട്ടർ കളറിന് വേണ്ടി ഞാൻ സ്കെച്ച് ചെയ്തതാണ്, പക്ഷെ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. ഇതിൽ ഞാൻ ഫിഗറുകളൊക്കെ വരച്ച് പഠിച്ചിട്ടുണ്ട്. ഈ ഡ്രോയിങ് ബുക്ക് കഴിഞ്ഞ് ഇനി അടുത്തതൊരു സ്കെച്ച് ബുക്കാണ് കേട്ടോ. A4 സൈസിലുള്ള ഒരു സ്കെച്ച് ബുക്കാണ്. ഇത് ഞാൻ വീട്ടിലിരിക്കുമ്പോൾ ജസ്റ്റ് വരക്കുന്ന ഒരു ഡ്രോയിങ് ബുക്കായിരുന്നു. ഈ ഡ്രോയിങ്സ് ഒക്കെ ഞാനൊരു പെൻസിൽ ഡ്രോയിങ് ലേണിംഗ് ബുക്കിൽ നോക്കി വരച്ചതാണ്. ഇത് ഞാൻ പെൻ ഡ്രോയിങ്ങും പെൻസിൽ ഡ്രോയിങ്ങും കമ്പൈൻ ആയിട്ട് വരച്ചതാണ്. ഇതിൽ കുറെ ഡ്രോയിങ്സ് ഒക്കെ ഇൻകംപ്ലീറ്റ് ആണ്. ഇത് ഞാൻ ഗ്രിഡ് മെത്തേഡിൽ വരച്ച ഡ്രോയിങ് ആണ്. ഈ സ്കെച്ച് ബുക്ക് കഴിഞ്ഞു. അടുത്തത് ഇതുപോലെ തന്നെ വേറെ സ്കെച്ച് ബുക്കാണ്. ഈ അടുത്ത് ഞാൻ വരച്ച് കംപ്ലീറ്റ് ആക്കിയതാണ്. ഞാൻ സ്വന്തമായിട്ടൊരു ക്യാരക്ടറിനെ വരച്ചതാണ്. ഇതിൽ ഞാൻ കളർ പെൻസിലും പിന്നെ മറ്റേ മഷി പെന്നില്ലേ അതുകൊണ്ടൊക്കെ വരച്ചിട്ടുള്ളൊരു പിക്ചറാണിത്. സ്പൈഡർമാൻ്റെ പിക്ചറാണ്. ഇതിൽ ഞാൻ പോസ്റ്റർ മാർക്കറും പിന്നെ കളർ പെൻസിലൊക്കെ യൂസ് ചെയ്ത് വരച്ചതാണ്. ഡ്രോയിങ്സ് ഒക്കെ ഇൻകംപ്ലീറ്റ് ആകാൻ കാരണം ഡ്രോയിങ് ഒന്നെങ്കിൽ വരയ്ക്കുമ്പോൾ ബോറടിക്കുക, അല്ലെങ്കിൽ അത് തെറ്റാവുക, ഇങ്ങനെയാണ് ഇൻകംപ്ലീറ്റ് ആവാറ്. ഇതിനാ കളർ പെൻസിൽ ചെയ്തതാണ്. ഫുൾ ബ്രൗൺ ഷെയ്ഡ് കൊണ്ട് ചെയ്തതാ. ഒരു കുട്ടി വെള്ളം ഇങ്ങനെ കോരി ഒഴിക്കുന്നൊരു സിറ്റുവേഷൻ അപ്പോൾ വരക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ഒന്ന് വരച്ച് നോക്കിയതാ. ഇത് ഫുള്ള് ബ്രഷ് പെൻ കൊണ്ട് വരച്ചതാണ്. മാർക്കസും ബ്രഷ് പെന്നും. ഇതൊരു മാർവൽ തീംഡ് ആയിട്ട് ഞാൻ വരച്ചൊരു ഡൂഡിൽ ആർട്ടാണ്. ഇതിന് മുമ്പ് ചാനൽ ഇട്ടിട്ടുണ്ട് ടൈം ലാപ്സ് ഡ്രോയിങ് ആയിട്ട്. ഇത് ഞാൻ ജസ്റ്റ് ബോറടിച്ചപ്പോൾ വരച്ചതാണ്. സ്കെച്ച് ചെയ്തിട്ടുള്ളൂ, കളർ ചെയ്തിട്ടില്ല. ക്രാഫ്റ്റ് സ്റ്റേഷനിൽ നിന്ന് കുറേ പ്രൊഡക്ട്സ് മനസ്സിലായിരുന്നില്ല. അതൊക്കെ ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. ഈ സ്കെച്ച് ബുക്ക് അങ്ങനെ കഴിഞ്ഞ് അടുത്തൊരു വലിയ സ്കെച്ച് ബുക്കാണ്. ഒരു ആർട്ടിസ്റ്റ് പാഡാണ്. ഇത് ഞാൻ എൻ്റെ ഗ്രാൻഡ് ഫാദറിനെ വരച്ചതാണ് പെൻ ഡ്രോയിങ് ആയിട്ട്. അടുത്ത സ്പൈഡർമാൻ ഡ്രോയിങ് ആണ്. MCUത്തെ 3 സ്പൈഡർമാനെ വരച്ചിട്ടുണ്ട്. അടുത്തത് ഞാൻ കുറേ ടൈം സ്പെൻഡ് ചെയ്ത് വരച്ചൊരു ചാർക്കോൾ ഡ്രോയിങ് ആണ്.
വാട്ടർ കളർ പിക്ചർ ചെയ്തതാണ്. ഞാൻ എൻ്റെ ഡ്രോയിങ് ക്ലാസ്സിൽ എൻ്റെ സാറിൻ്റെ ഹെൽപ്പോടുകൂടി വരച്ചതാണ്. ഒരു ചന്ത. അടുത്ത ഒരു ചാർക്കോൾ ഡ്രോയിങ് ആണ്. ഇത് ഗ്രാമം എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റിൽ ഞാൻ വരച്ചതാണ്. അടുത്തതൊരു വാട്ടർ കളർ പിക്ചറാണ്. നേരത്തെ കോമ്പറ്റീഷനിൽ എപ്പോഴും വരുന്നൊരു സബ്ജക്റ്റ് ആയിരുന്നു ഉത്സവം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ പ്രാക്ടീസ് ചെയ്തതാണ് വാട്ടർ കളറിൻ്റെ പേപ്പറിൽ. ഒരു കളർ പെൻസിൽ ഡ്രോയിങ് ആണ്. ബ്ലാക്ക് ഉള്ളിടത്തൊക്കെ ഞാൻ ചാർക്കോൾ യൂസ് ചെയ്തിട്ടുണ്ട്. അടുത്ത് ഞാൻ ഡൂംസ്ഡേത്തെ മെയിൻ ക്യാരക്ടേഴ്സിനെ വരച്ചതാണ്. കളർ പെൻസിൽ മാർക്കേഴ്സും യൂസ് ചെയ്തിട്ടാണ്. അടുത്ത് നമ്മൾ അടങ്ങാനാണ് എൻ ഗെയിമിൽ സ്നാപ്പ് എന്നൊരു പിക്ചറില്ലേ, അത് ഞാൻ വരച്ചതാണ്. പിന്നെ കുറേ കംപ്ലീറ്റ് ആവാത്ത ഡ്രോയിങ്സ് ഒക്കെ സ്കെച്ച് ബുക്കും കഴിഞ്ഞു. ഇതൊക്കെയാണ് ഞാൻ മുമ്പ് വരച്ച ചിത്രങ്ങൾ. ഇനി എൻ്റെ ഡ്രോയിങ് ജേണി ഞാൻ ഇവിടെ റീസ്റ്റാർട്ട് ചെയ്യാണ്. ഇതുവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.